മുഹറം മാസം ഒരു വർഷത്തിന്റെ ആദ്യത്തെ മാസമാണ്. മുഹറം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ വളരെ ത്യാഗോജ്വലമായ ജീവിതങ്ങൾ, സമരങ്ങൾ, പ്രതിരോധങ്ങൾ, ഇതൊക്കെയും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വരും. പക്ഷെ മുഹറം മാസത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഹിജ്റയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പലായനം. ജന്മനാടായ മക്കയിൽ നിന്ന് മദീനയിലെ ജനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ വലിയ ത്യാഗം സഹിച്ചുകൊണ്ട് പ്രവാചകരും പ്രിയപ്പെട്ട സ്വഹാബാക്കളും പുരുഷന്മാരും സ്ത്രീകളും മുതിർന്നവരും ചെറിയവരും മദീനയിലേക്ക് പലായനം ചെയ്തു പോയ ചരിത്രത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് മുഹറം മാസത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ചിന്ത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഹിജ്റയെ സംബന്ധിച്ച് പോയ വഴികൾ അറിയാം, അതിനു മുമ്പ് താമസിച്ച ഗുഹയറിയാം, പോകാനുള്ള പശ്ചാത്തലം അറിയാം, ആരൊക്കെയാണ് നബിതങ്ങളോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അനുഗമിച്ചതെന്നറിയാം. ചരിത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും പലവട്ടം നമ്മൾ കേട്ടതാണ്. പക്ഷെ ഞാൻ ആമുഖമായി ഓതി വെച്ച ഒരു ആയത്ത് സൂറത്തുൽ ഖസസിന്റെ 85-ാമത്തെ വചനമാണ്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള ഒരു കാരണം, സബബുൻ നുസൂൽ, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, മക്കയിൽ നിന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ യാത്ര തിരിച്ചു മദീനയിലേക്കുള്ള യാത്രയാണ്. 3 ദിവസത്തോളം ഗാറ് സൗറിൽ നബിതങ്ങൾ ഒളിച്ച് താമസിച്ചു. അതിനുശേഷം സാധാരണ ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു വഴി തിരഞ്ഞെടുത്ത് അതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര തിരിച്ചു. ലക്ഷ്യം മദീനയാണ്. തുടങ്ങുന്നത് മക്കയിൽ നിന്നാണ്. മക്കയിൽ നിന്ന് സുമാർ 185 കിലോമീറ്റർ അപ്പുറത്തെത്തിയപ്പോൾ കൃത്യമായ വഴിയിലേക്ക് വന്ന് കയറുക. അതുവരെയും വളഞ്ഞ വഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുണ്ട്. അപ്പൊ അങ്ങനെ യാത്ര ചെയ്ത് വരുന്നതിനിടയിൽ 185 കിലോമീറ്റർ ഏകദേശം എത്തിയപ്പോഴേക്കും തരീഖ് മദീനയിലേക്ക് കയറി. യസ്രിബ് എന്നാണെന്ന് മദീനയുടെ പേര്. അപ്പൊ 185 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇനി മദീനയിലേക്ക് എത്താൻ 275 കിലോമീറ്റർ ആണ്. അപ്പൊ 275 കിലോമീറ്റർ ബാക്കി നിൽക്കവേ 185 കിലോമീറ്റർ പിന്നിട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ സ്ഥലത്തിന്റെ പേര് ജുഹഫ എന്നാണ്. അതൊരു മീഖാത്താണ്. സിറിയ, ഈജിപ്ത്, മഗ്രിബ്, അതായത് മൊറോക്കോ എന്ന് പറയുമ്പോൾ തുണീഷ്യ, വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അവരൊക്കെ ഇഹ്റാം കെട്ടി വരുന്നത് ഈ ജുഹഫയിൽ നിന്നാണ്. നമ്മളൊക്കെ യലംലം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് മീഖാത്തിന് ഇഹ്റാം കെട്ടുന്നത്. മദീനക്കാര് അവര് വരുന്ന മദീനയിൽ നിന്ന് കുറച്ച് അകലെ എത്തുമ്പോഴാണ് അവരുടെ മീഖാത്ത്. അപ്പോ ഹജ്ജിന്റെ മീഖാത്ത്, അതിലൊരു മീഖാത്താണ് ജുഹഫ എന്ന് പറയുന്നത്. അപ്പൊ മക്കയിൽ നിന്ന് 185 കിലോമീറ്റർ അപ്പുറത്ത് മദീനയിൽ ഇനി എത്താൻ 275 കിലോമീറ്റർ ബാക്കി. പ്രിയപ്പെട്ട പ്രവാചകനും മക്കയുടെ വഴിയിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ ഇസ്താഖ ഇലാ മക്ക, ജന്മനാട്ടിൽ നിന്ന് പോകുന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ മനസ്സ് മക്കയിലേക്ക് വീണ്ടും ആഗ്രഹിച്ചു. അവിടെ അല്പം നിന്നു. കാരണം ജന്മനാടാണ്. പട്ടിണിയുടെ നാളുകളിൽ അജിയാദിന്റെ മലമടക്കുകളിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടന്ന പ്രിയപ്പെട്ട പ്രവാചകൻ, സങ്കടങ്ങൾ ഏതു വന്നാലും ആ തിരതല്ലി വരുന്ന സങ്കടക്കടലുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഓടി വന്ന് കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയുടെ സമക്ഷത്തിൽ വന്ന് പടച്ചവനോട് തേടുമ്പോ
അള്ളാഹു സമാധാനത്തിന്റെ സർവ സന്തോഷത്തിന്റെ വാതിലുകളും തുറന്നു കൊടുത്തത് പ്രിയപ്പെട്ട പ്രവാചകരുടെ ആ മക്ക ജീവിതത്തിലാണ്. അവിടെയാണ് പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബത്ത് അതുല്യമായ, അവാച്യമായ, അവർണ്ണനീയമായ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ മക്ക എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട പ്രവാചകന് പോകാൻ മനസ്സ് വരുന്നില്ല. അത് എത്ര വലിയ സൗരഭ്യം വിടരുന്ന ഒരു നാടായാലും ജന്മനാട് വിട്ടുപോകാൻ ആർക്കും കഴിയില്ല. അങ്ങനെ മക്കയിൽ നിന്ന് യാത്ര തിരിച്ച പ്രിയപ്പെട്ട പ്രവാചകന് മക്കയിലേക്ക് ഒരു മോഹമുണ്ടായപ്പോൾ 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ വചനം അല്ലാഹുവിന്റെ ഹബീബിന് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. ഖുർആനിന്റെ അധ്യായങ്ങളും ആയത്തുകളും ഒന്നുകിൽ മക്കി ഇല്ലെങ്കിൽ മദനി, 2 രീതിയിലുള്ള ആയത്തുകളുണ്ട്, അധ്യായങ്ങളും ആയത്തുകളും. മക്കിയും മദനിയും. മക്കി എന്ന് പറഞ്ഞാൽ മക്കയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ടത്, മദനി എന്ന് പറഞ്ഞാൽ മദീനയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ടത്. അല്ല, ഇത് രണ്ടും അല്ലാത്തടത്ത് വെച്ച് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത് രണ്ടും അല്ലാത്തടത്ത് വെച്ചിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങിയിട്ടില്ലേ? മക്കി എന്ന് പറഞ്ഞാൽ ഹിജറയ്ക്ക് മുമ്പിറങ്ങിയത്, മദനി എന്ന് പറഞ്ഞാൽ ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയത്. അതാണ് അതിന്റെ വ്യത്യാസം. എവിടെ ആവട്ടെ. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്ത് മുഫസ്സിരീങ്ങൾ പേജുകൾ അവർ ചർച്ച ചെയ്യാണ്. ഇത് മദനിയാണോ മക്കിയാണോ? മക്കയെന്ന് ഇറങ്ങുകയും ചെയ്തു, മദീനയിൽ എത്തിയിട്ടില്ല. അപ്പൊ ഈ ആയത്ത് മക്കിയാണോ മദനിയാണോ? മഹാനായ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത ഈ ഒരു ആയത്ത് നമ്മളൊന്നും മനസ്സിലാക്കണം. ഞാൻ ഹിജറയെ പറ്റി വിശാലമായി പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല, സമയവും ഇല്ല. പക്ഷെ ഹിജ്റയുടെ യാത്രയിൽ, പലായനത്തിന്റെ യാത്രയിൽ പ്രിയപ്പെട്ട പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ട ഈ ഒരു ആയത്ത് മതി എന്ത് സങ്കടമുണ്ടായാലും ഒരു സത്യവിശ്വാസിക്ക് തളരാതെ പിടിച്ചു നിൽക്കാൻ. ഈ ഒരൊറ്റ ആയത്ത് മതി. നഷ്ടം വന്ന്, സാമ്പത്തിക ബാധ്യത വന്ന്, കടം വന്ന് മുച്ചൂടും അവനെ പൊതിഞ്ഞവൻ തകർച്ചയിലായി. സങ്കടപ്പെടേണ്ട കാര്യമില്ല. മാനസികമായ വിഷമങ്ങൾ അവനെ വേട്ടയാടി മനസ്സിന്റെ എല്ലാ ധൈര്യവും ചോർന്ന് അവൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ്, ഈ ആയത്ത് മതി അവനെ അതിൽ നിന്ന് പിന്തിരിക്കാൻ. ശാരീരികമായ ദുർബലതകൾ ഒരു മനുഷ്യനെ വേട്ടയാടി, അവശതകൾ ഒരുപാട് അവന് പൊതിയുമ്പോ ഈ ഒരൊറ്റ ആയത്ത് മതി അവന് എല്ലാം മറന്നിട്ട് യജമാനനായ പടച്ചവനിലേക്ക് മടങ്ങാൻ. ഒരൊറ്റ ആയത്ത് മതി. ജഹഫയിൽ വെച്ച് പ്രിയപ്പെട്ട പ്രവാചകൻ ഓതിക്കൊടുത്തു, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ, നിങ്ങൾക്ക് ഖുർആൻ നിശ്ചയിച്ചു തന്ന പടച്ചതമ്പുരാൻ. ഫറള എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കി എന്നർത്ഥം മാത്രമല്ല, അതെ, ദഅവത്ത് നിർബന്ധമാണ്, പ്രബോധനം നിർബന്ധമാണ്, അതനുസരിച്ച് അമല് ചെയ്യൽ നിർബന്ധമാണ്, ഖുർആൻ ഓതൽ നിർബന്ധമാണ്, ഖുർആൻ കൊണ്ട് തബറുക്കെടുക്കൽ, ബറക്കത്തെടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഏത് നിലയിലും ഖുർആൻ നിങ്ങൾക്ക് നിർബന്ധമാണ്. ആ നിർബന്ധമാക്കി തന്ന പടച്ചതമ്പുരാൻ, അല്ലെങ്കിൽ ഖുർആൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന പടച്ചതമ്പുരാൻ, അവൻ നിങ്ങളുടെ മടക്ക സ്ഥലത്തേക്ക് അല്ലാഹു തിരിച്ചു കൊണ്ടുവരും നബിയേ. ജുഹഫയിൽ നിന്ന് 275 കിലോമീറ്റർ മടങ്ങണം, 275 കിലോമീറ്റർ യാത്ര ചെയ്യണം, 185 കിലോമീറ്റർ മടങ്ങി പോകണം മക്കയിലേക്ക്. അങ്ങനെ രണ്ടിന്റെയും ഇടയിലുള്ള ജുഹഫയിൽ വെച്ച് ആ പ്രിയപ്പെട്ട പ്രവാചകരുടെ മനസ്സെന്ന് പതറിയപ്പോൾ അല്ലാഹു ഇറക്കി കൊടുത്ത ആയത്താണ് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ്. ഈ ഒരു ആയത്തിന് വേറൊരു പ്രത്യേകത ഇവിടെ ഉലമാക്കൾ പറയുന്നുണ്ട്, അത് ഞാൻ അവസാനം പറയാൻ ഓർമ്മപ്പെടുത്തിയാൽ മതി. കുറച്ച് ആളുകളുടെ വരുമല്ലോ, അവർക്കൂടെ ഉപകരിക്കട്ടെ. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ്. പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് ഖുർആൻ ഇറക്കി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചുവിടെ മടക്കി കൊണ്ടുവരും.
ഒരുപാട് അർത്ഥങ്ങൾ ഇതിനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷെ എന്ത് വിഷമമുണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കൈവിടൂല എന്നുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശമാണ്, ഒരു സൂചനയാണ് ഈ ആയത്തിലൂടെ പടച്ച തമ്പുരാൻ പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തത്. നമുക്ക് നോക്കാം. പിന്നെ വന്നില്ലേ അള്ളാന്റെ റസൂൽ. ആ മക്കയിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ ഒരു ചെറിയ സംഭവം പറയാം, ഓർമ്മ വന്നപ്പോ ഞാൻ പറയുന്നതാണ്. അന്ന് കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഉസ്മാൻ എന്നാണ് അയാളുടെ പേര്. മക്കാരനാണ്, ഷൈബി കുടുംബക്കാരനാണ് ഉസ്മാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലാണ് കഅബയുടെ താക്കോലുള്ളത്. ഈ ഹിജ്റയുടെ തൊട്ടു മുമ്പ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു ആഗ്രഹം, പരിശുദ്ധ കഅബയുടെ അകത്ത് കയറി 2 റക്അത്ത് നിസ്കരിക്കണം. ഒരു ആഗ്രഹം, ഇവിടെ നിന്ന് പോവാണല്ലോ. അപ്പോ ഉസ്മാൻ ഷൈബിയോട് ചോദിച്ചു, ഒന്ന് തുറന്നു തരാമോ, ഞാൻ കയറി നിസ്കരിച്ചോട്ടെ. ഉസ്മാൻ ഷൈബി പറഞ്ഞു, ഇല്ല, നിനക്കതിനുള്ള സ്വാതന്ത്ര്യമില്ല, നിനക്കതിനുള്ള യാതൊരു നിലയിലുള്ള യോഗ്യതയുമില്ല, അനുവദിക്കില്ല. അവസാനം അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഞാൻ ഇവിടെ ഒരു ശല്യവും നിങ്ങൾക്ക് ഉണ്ടാക്കൂല, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം അത്ര മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഉസ്മാൻ ഷൈബി പറഞ്ഞു, പൊക്കോ ഇവിടെന്ന്. അവസാനം അള്ളാന്റെ ഹബീബിന് അമർഷവും രോഷവും സങ്കടവും എല്ലാം കൂടിയുള്ള ഒരു വികാരം വന്നപ്പോ നബിതങ്ങൾ ചോദിച്ചു, ഉസ്മാനെ, നിന്റെ കയ്യിരിക്കുന്ന താക്കോല് എന്റെ കയ്യിൽ വരുന്നൊരു ദിവസം ഉണ്ടാവും, അന്ന് ഞാൻ എന്താ നിന്നോട് ചെയ്യേണ്ടത്? പല്ലിളിച്ചു, നെറ്റി ചുളിച്ചു. എന്നിട്ട് ഉസ്മാൻ ഷൈബി പറഞ്ഞു, മുഹമ്മദെ, നടക്കാത്ത കാര്യമാണ് നീ പറയുന്നത്, പൊക്കോ ഇവിടെന്ന്. അവസാനം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നമസ്കാരത്തിന്റെ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ്. നബിയേ, എന്തിന് സങ്കടപ്പെടണം, തിരിച്ചു കൊണ്ടുവരും നിങ്ങളെ. മക്കം ഫതഹിന്റെ ദിവസം വന്നു. അള്ളാന്റെ ഹബീബ് ഒന്ന് ഉത്തരവിട്ടാൽ സർവ്വതും ചുട്ടരിച്ച് ചാമ്പലാക്കാൻ കഴിയുന്ന ധീരന്മാരായ സഹാബത്ത് കൂടെ ഉണ്ട്. ഒളിച്ചോട്ടമല്ല, രക്തരൂക്ഷിത വിപ്ലവമല്ല, രക്തരഹിത വിപ്ലവം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ ചോദിച്ചു, എവിടെ ഉസ്മാൻ? നബിയുടെ കയ്യിൽ കഅബയുടെ താക്കോൽ ഇരിക്കാൻ. എവിടെ ഉസ്മാൻ? ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തിളക്കുകയാണ്, അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രസിക്കുകയാണ്. കാരണം എന്താ? ഈ താക്കോലാണ് എന്റെ ഹബീബ് ചോദിച്ചപ്പോൾ അവൻ കൊടുക്കാതിരുന്നത്. ഇപ്പൊ കഅബയുടെ താക്കോല് മുത്തിന്റെ കയ്യിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തായിരിക്കും ഇടപെടുക, എന്തിടപെടലാണ് ഉണ്ടാവുക? അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും പ്രതികാരം ചെയ്യാനുള്ള ദാഹമുണ്ട്. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് ചോദിച്ചു, അതിന് ഉസ്മാൻ എവിടെ? ഉസ്മാൻ ആളുകളുടെ ഇടയിൽ നിന്ന് തല മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ലബ്ബൈക യാ റസൂലല്ലാഹ്, നബി എന്താ വിളിച്ചേ? അറിയാം, കാരണം അതിനു മുമ്പ് ഒരു പ്രഖ്യാപന നബി തങ്ങൾ നടത്തിയിട്ടുണ്ട്, അൽ യൗമ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ആരോടും പകയില്ലാത്ത ദിവസമാണെന്ന്. അതുകൊണ്ടാണ് സലാം മടക്കിയിട്ട് ലബ്ബൈക പറഞ്ഞിട്ട് മുന്നോട്ട് വന്നത്. അല്ലാത്തവരൊക്കെ ഓടിയല്ലോ. അപ്പോ അള്ളാന്റെ ഹബീബ് ചോദിച്ചു, താക്കോൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ എന്താ നീ മനസ്സിലാക്കിയേ? ഇന്നക അഖുൻ കരീം, നീ മാന്യതയുള്ള വ്യക്തിയാണ്. മുഹമ്മദ്, നീ മാന്യതയുള്ള വ്യക്തിയാണ്. നമ്മളാണെങ്കിലോ താക്കോലൊന്ന് കാണിക്കും, കരണ കുറ്റിക്കൊന്ന് കൊടുക്കും. എത്ര വിനയം പ്രസംഗിക്കുന്ന ആളായിരുന്നാലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ ഇത്രയും വലിയ ഒരു വിശാല മനസ്കത ആർക്കുണ്ടാവൂല. ഉമർ റളിയല്ലാഹു തആല അൻഹു കാത്തു നിൽക്കാണ്. കാരണം നബി തങ്ങൾ ഉത്തരവിടണം, പ്രതികാരം ചെയ്യണം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഉസ്മാനെ, കൈയൊന്ന് നീട്ടുവോ? കൈയൊന്ന് നീട്ടുവോ എന്ന് ചോദിച്ചു. ആ കൈ നീട്ടിയപ്പോൾ ഉസ്മാൻ ഷൈബി എന്ന ആ മനുഷ്യന്റെ കൈവെള്ളയിലേക്ക് താക്കോൽ കൂട്ടങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ വെച്ചു കൊടുത്തു. എന്ന് മാത്രമല്ല, അള്ളാന്റെ ഹബീബ് ഒരു പ്രഖ്യാപനം നടത്തി, ഈ ഉസ്മാൻ ഷൈബി തന്നെ താക്കോൽ സൂക്ഷിപ്പുകാരനാകട്ടെ. അത് ഉസ്മാൻ ഷൈബിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോ നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് ജുമാ കഴിഞ്ഞിട്ട് ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ആരാണ് എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടൊക്കെ ജെമിനിയോടാണെങ്കിൽ അങ്ങനെ. എല്ലാ സത്യസന്ധവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും പറഞ്ഞ ജെമിനി ഇരിക്കുന്നത് മാറിയതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാ സത്യസന്ധമാണെന്നൊന്നും കരുതണ്ട. പക്ഷേ നിങ്ങൾ നെറ്റിൽ പരിശോധിക്കി, നിങ്ങൾ ചരിത്രമറിയുന്നവരോട് ചോദിക്കി. ഈ ഏറ്റവും ഒടുവില് ഷൈബി കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു.
അന്ന് വലിയ വെണ്ടയ്ക്ക നിരത്തി പത്രങ്ങൾ എഴുതി കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരാണ് ഷൈബി കുടുംബം. മക്ക ഗവർണർ വന്നാലും സൗദി ഭരണാധികാരി വന്നാലും ഇരു ഹറം മേധാവി വന്നാലും ആര് വന്നാലും കഅബ തുറക്കണോ ഷൈബി കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സീനിയർ സിറ്റിസൺ വന്ന അയാളെ താക്കോൽ കൊണ്ട് തുറന്നാലേ കഅബയ്ക്കകത്ത് കയറാൻ പറ്റൂ എന്നൊടങ്ങിയ പ്രഖ്യാപനോ 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്ക വിജയത്തിന്റെ ദിവസം അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നടത്തിയ ആ പ്രഖ്യാപനമായിരുന്നു. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബിനെ അതിനകത്ത് കയറാൻ അനുവദിക്കാതെ ഇറക്കി വിട്ടപ്പോൾ ജുഹഫ എന്ന് പറയുന്ന പ്രദേശത്ത് വന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാചകനെ കർക്കടകം പെയ്യുന്നത് പോലെ ആശ്വാസത്തിന്റെ വാചകമല്ല ഇറക്കി കൊടുത്തു. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ് നബിയേ, സങ്കടപ്പെടേണ്ട, നിങ്ങളെ ഞാൻ തിരിച്ചുവിടെ കൊണ്ടുവരും, നിങ്ങളെ ഞാൻ തിരിച്ചുവിടെ കൊണ്ടുവരും. മഹാനായ മൂസ പ്രവാചകൻ വരുന്നുണ്ട് അടുത്ത വെള്ളിയാഴ്ച മുഹറം 9, 10. നമുക്ക് പറയണം മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ പറ്റി. ഇന്ത്യയുടെ വർത്തമാനകാല സാഹചര്യവും ഈ പറയപ്പെടുന്ന ഇസ്രായേൽ അല്ലെങ്കിൽ മൂസ ഫറോവ തമ്മിലുള്ള എല്ലാ പോരാട്ടങ്ങളും വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യങ്ങളിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ അത്ഭുതപ്പെടും. വിശുദ്ധ ഖുർആനുമായി നമ്മൾ അതിനെ തുലനം ചെയ്യുമ്പോൾ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്കത് സംസാരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം എവിടെന്നാ നാട് വിട്ടത്? ഈ ഫറോവയുടെ സാമ്രാജ്യത്തിൽ നിന്ന്. എങ്ങോട്ടാ പോയത്? മദിയനിലേക്ക് പോയി. മദിയനിൽ പോകാൻ കാരണം എന്താണ്? ഫറോവയെ പേടിച്ചിട്ട്. മദിയനിലേക്ക് പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയെ പേടിച്ച് ഒളിച്ചോടുമ്പോ അള്ളാഹു ആ പ്രവാചകനെ അതേ ഫറോവയുടെ മുമ്പിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ആ ഫറോവയുടെ മുന്നിൽ അള്ളാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ്. നോക്കൂ, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ഈജിപ്തിൽ നിന്ന് ഓടി മദിയനിലേക്ക് പോവാ, അതേ മദിയയിൽ നിന്ന് ഭാര്യ സഫൂറയുമായിട്ട് ഈജിപ്തിലേക്ക് വരിക. എന്നിട്ടോ കൂടെ ഉണ്ടായിരുന്ന അടിമകളെ മുഴുവനും മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മോചിപ്പിച്ചു. ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഏകാധിപതിയും സ്വേച്ഛാധിപതിയും മഹാനായ മൂസ പ്രവാചകനോട് ശക്തമായ എതിരാളിയുമായിരുന്ന ഫറോവ, ആ ഫറോവയുടെ മുന്നിൽ വന്നിട്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം നടത്തിയ ദഅവത്ത് ചെറുതാണോ? അപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ തിളപ്പൊന്നും അവിടെ കാണിക്കരുത്. ഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മയത്തിൽ വേണം സംസാരിക്കാൻ. അറിയാം മൂസാ നബിയുടെ സ്വഭാവം എന്താന്ന് പടച്ചോനെ. അല്പം നാവിന് ചെറിയ വിക്കണ്ട് കെട്ടുണ്ട്, സംസാരം അങ്ങോട്ട് നന്നായിട്ട് സ്ഫുടമായി വരാത്തത് കൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രസംഗത്തിന്റെ പാഠവം കുറവാ പടച്ചോനെ, അതുകൊണ്ട് എന്റെ ഹാറൂൻ എന്ന സഹോദരനെ കൂടെ വിട്ടുതരണം. അപ്പൊ രണ്ടുപേരോടും പറഞ്ഞു, ഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ രണ്ടുപേരും ഫിറോവയോട് മാന്യമായിട്ട് വേണം സംസാരിക്കാൻ, നിങ്ങളുടെ തിളപ്പൊന്നോടെ കാണിക്കരുത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിനെ ഇവിടെ നിന്ന് ഓടിയോ അവിടേക്ക് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ് തിരിച്ചു വന്നിട്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ അവിടെ വിപ്ലവം സൃഷ്ടിക്കാൻ അള്ളാഹു തആല തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. തീരുന്നില്ല. ഇത് ഒരു പ്രബോധനത്തിന്റെ ഭാഗമാണെങ്കിൽ ഞാൻ പറയുന്നത്, നമ്മളൊന്നും ആ ഒരു നിലയിലേക്ക് വളർന്നവരല്ല. നമുക്ക് സങ്കടങ്ങൾ ഒരുപാടുണ്ടാവും, കടങ്ങൾ ഒരുപാടുണ്ടാവും, അല്ലെ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം എല്ലാവരും പറഞ്ഞു, മറ്റു മക്കളൊക്കെ പറഞ്ഞു, വാപ്പ നിങ്ങൾക്ക് ഭ്രാന്ത, നിങ്ങൾ എന്തിനാ ഈ മകനെ അന്വേഷിച്ചിരിക്കുന്നത്? മകൻ മരിച്ചു. അവര് കള്ളം പറഞ്ഞതല്ല, അവരങ്ങനെ വിശ്വസിച്ചത്. കാരണം പൊട്ടക്കിണറ്റിലേക്ക് എടുത്തെറിഞ്ഞപ്പോ മരിച്ചു എന്നാണ് അവര് കരുതിയത്. കാഫില കൂട്ടങ്ങളുടെ കയറിന്റെ അഗ്രഭാഗത്തുള്ള ഒരു ചെറിയ തൊട്ടിയിൽ ഈ കുട്ടി കയറിയിട്ട് അടിമച്ചന്തയിൽ വിൽപ്പന ചരക്കായി മിസ്റിന്റെ അധിപൻ തന്റെ കൊട്ടാരത്തിലേക്ക് ഒരു പുത്രനായി, വളർത്തുപുത്രനായി കൊണ്ടുപോയ കഥകളൊന്നും ഇവർ അറിയുന്നില്ല. അല്ലെങ്കിൽ മാടറിയൂലല്ലോ അങ്ങാടി വാണിഭം. ഈ പ്രിയപ്പെട്ട മക്കൾ വന്നിട്ട് വാപ്പയോട് നിങ്ങൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞപ്പോഴും വാപ്പ പറഞ്ഞു, എനിക്കൊരു ഭ്രാന്തുമില്ല മക്കളെ, എന്റെ യൂസുഫ് എനിക്ക് തിരിച്ചു കിട്ടും. യാക്കൂബ് നബി അലൈഹിസ്സലാം അല്ലാഹു തആല ഡയറക്റ്റ് ആയിട്ട് അറിയിച്ചു കൊടുത്തെന്താ? മരിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്ത് മുഅ്ജിസത്താ? പിന്നെ എന്താ മാനുഷികതയാ? കൊന്നു എന്ന് അവര് പറയുന്നു. അതിന്റെ തെളിവായിട്ട് കൊണ്ടുവന്ന് രക്തം പുരണ്ട ആടിനെ അറുത്തിട്ട് അതിന്റെ രക്തം തന്റെ കുപ്പായത്തിൽ പുരട്ടിയിട്ട് ചെന്നായ കടിച്ചു കീറി ഞങ്ങളുടെ മുന്നിലെന്ന് പറഞ്ഞ് മുഴുവൻ മക്കളും വന്നിട്ട് മകനെ പറ്റിയിട്ട്, സഹോദരനെ പറ്റിയിട്ട് യാക്കൂബ് നബിയോട് പറയുമ്പോ യാക്കൂബ് നബിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് അള്ളാഹു അതിന്റെ ഉത്തരം കൊടുത്തത്. നമ്മളാണെങ്കിൽ 40 മിനിറ്റ് കാത്തിരിക്കില്ല. ചോദിച്ചാ അപ്പോഴും വേണം, ഇല്ലെങ്കിൽ എന്ത് പടച്ചോനെ.
എന്ത് പടച്ചോൻ? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന പുതിയ പുതിയ ചിന്താഗതികളൊക്കെ വന്നപ്പോ അവര് പറയുന്നത് എന്താണെന്നറിയോ? ദൈവം ഉണ്ടെന്നും പറഞ്ഞ് വേറെ തെളിവൊന്നും കാണിക്കണ്ട. ലോകത്ത് നിരീശ്വരവാദികൾ വളരാനുള്ള ഒരു കാരണമായി പറയുന്നത് ദൈവം ഉണ്ടോ ഇല്ലേന്ന് നിങ്ങൾ വേറെ ഒന്നും കാണിച്ചു തരണ്ട. അതാ ഈ വാച്ചിന്റെ കറക്കമൊന്ന് നിർത്തി തന്നാൽ മതി ദൈവം ഉണ്ടെങ്കിൽ. പിന്നെ പടച്ചോനതല്ലേ ജോലി നിന്റെ സൂചിയുടെ കറക്കം നിർത്തല് പറയുമ്പോ എത്ര എണ്ണം അങ്ങനെ നിരീശ്വരവാദികളായി. ദൈവമില്ല, ദൈവം പ്രാർത്ഥിപ്പിച്ചു. ചർച്ചുകളിൽ പള്ളിയിലെ ഫാദർമാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾ പറഞ്ഞ ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സൂചിയുടെ കറക്കം നിൽക്കട്ടെ. സൂര്യൻ അടർന്നു വീഴണമെന്ന് പറയുന്നില്ല, ഭൂമി പിളരണമെന്ന് പറയുന്നില്ല, എന്റെ സൂചിയുടെ കറക്കം നിൽക്കട്ടെ, നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവര് പ്രാർത്ഥിച്ചു, രാവും പകലും വൈകുന്നേരവും പ്രഭാതവും. സൂചി ഓടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിൽ യുക്തിവാദികളായ നൂറുകണക്കിന് ആളുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്താൽ അപ്പോഴും കിട്ടണമെന്നുള്ള വാശിയൊക്കെ ഒന്ന് മാറ്റിവെക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുത്തത് 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. എന്താ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ ഉറച്ച വിശ്വാസം എന്തായിരുന്നു? കൊണ്ടുവന്ന കമീസ് കാണിച്ചപ്പോ പറഞ്ഞത് ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ. സഹായിക്കാൻ എന്റെ പടച്ചോനുണ്ട്, അതുകൊണ്ട് നല്ല ക്ഷമ ഞാൻ ക്ഷമിക്കുകയാണ്. ഇന്നല്ലദീ ഫറലഅലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ്. നഷ്ടപ്പെട്ട പൊന്നുമോനെ, ആ ക്ഷമയുടെ പേരിൽ അല്ലാഹു തിരിച്ചു കൊടുത്തു യാക്കൂബ് നബി അലൈഹിസ്സലാമിന്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് ഒരു പെണ്ണിനാണ്. പുരുഷന്മാർക്കല്ല, ലോകത്തെ ഏറ്റവും വലിയ മഹത്വമുള്ളത് ഒരു കുടുംബത്തിൽ പെണ്ണിനാണ്. കുടുംബനാഥന്മാരായ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് നടത്തുന്നത്, അതൊക്കെ ശരി. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും മഹത്വമുള്ളത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളല്ല. എന്റെ വീട്ടിൽ ഏറ്റവും മഹത്വമുള്ളത് എന്റെ ഭാര്യയാണ്, എന്റെ ഉമ്മയാണ്. കാരണം എന്താണ്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് ഈ മഹത്വം ഉണ്ടായത് മാതൃത്വം എന്ന് പറയുന്ന ഒരു മഹത്വത്തിന്റെ പേരിലാണ്. പ്രസവിച്ചില്ലെങ്കിൽ അത് ഉണ്ടാവൂല. ഉമ്മ എന്നുള്ള പദവി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഭർത്താവിനേക്കാൾ 3 പദവി കൂടുതൽ ഒരു പെണ്ണിന് ഉണ്ടാവുക. അത് കഴിഞ്ഞ് 4ാം പദവിയേ ഉള്ളൂ ഭർത്താവിന്. അപ്പൊ ഉമ്മയും വാപ്പയും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോ ഉമ്മ 3 പ്രാവശ്യം കഴിഞ്ഞിട്ടേ വാപ്പയുള്ളൂ. അപ്പൊ ഈ ഉമ്മക്ക് ഇത്രയും മഹത്വം ഉണ്ടാകാൻ കാരണം എന്താ? ഒറ്റ കാരണം, അവള് പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട്. ഈ മഹത്വം ഉണ്ടാകാൻ അവൾ എന്തുമാത്രം സഹിച്ചു. 9 മാസം 10 ദിവസം വയറ്റിച്ചു അല്ലേ? എന്തൊരു ത്യാഗമാണ്. അസുഖം വന്നാൽ മരുന്ന് കഴിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കാൻ പറ്റുമോ? ഒരു വലിയ എന്തെങ്കിലും ഒരു ചെറിയ ഒരു നടന്നു പോകുന്ന വഴിയിൽ ഒരു കുഴി ഉണ്ടായാൽ ഒന്ന് ചാടിക്കടക്കാൻ പറ്റുമോ? ഇതൊന്നും പറ്റൂല. 9 മാസവും 10 ദിവസവും അവള് ഇതിനെ ചുമക്കുന്നു. എന്നിട്ടോ മരണസമാനമായ വേദന സഹിച്ച് പ്രസവിക്കുന്നു. എന്നിട്ടും തീരുന്നുണ്ടോ? 2 വർഷക്കാലം തന്റെ സൗന്ദര്യത്തിന് സ്തനപാനം എന്നുള്ള നിലയിൽ മുലപ്പാല് കൊടുത്തിട്ട് ആ കുട്ടിക്ക് പോഷകാഹാരം കൊടുക്കുന്നു. ഇത്രയും ത്യാഗം സഹിച്ചത് കൊണ്ടാണ് ആ പ്രിയപ്പെട്ട സ്ത്രീക്ക് അല്ലാഹു മാതൃത്വം എന്ന വലിയൊരു പദവി കൊടുത്തു. ഭർത്താവിനേക്കാൾ 3 പദവി കൂടുതൽ കൊടുത്തത്. നമ്മളൊന്ന് ക്ഷമിച്ചാ മതി. ഒരു വാശിയും ഒരു നിർബന്ധവും നമുക്ക് വേണ്ട. ഇന്നല്ലദീ ഫറലഅലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം പിടിപെട്ടു, ശാരീരികമായ രോഗം. അത് എന്ത് രോഗം എന്നുള്ളത് മുഫസ്സിരീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എല്ലുരുക്കോടെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയാൻ പാടില്ല, പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു രോഗം വരൂല. എങ്കിലും ചിലരൊക്കെ പറയുന്നു, മലയാളത്തിൽ എഴുതുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് കുഷ്ഠരോഗമൊന്നും. അങ്ങനൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ജനങ്ങൾ വെറുക്കുന്ന ഒരു രോഗവും ഒരു പ്രവാചകനും കൊടുക്കൂല. അത് പ്രവാചകന്മാരുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്, നിർബന്ധമായ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ എന്ത് അസുഖമായിരുന്നു? ഒരുതരം പരീക്ഷണം അല്ലാഹു തആല കൊടുത്തു. ശാരീരികമായി ദുർബലപ്പെട്ടു, സാമ്പത്തികം മുഴുവനും നശിച്ചു, കന്നുകാലികൾ ചപ്പൊടുങ്ങി, കൃഷിയിടങ്ങളൊക്കെ കാറ്റത്ത കടപുഴകി വീണു, മക്കള് എല്ലാം മരിച്ചു, ഭാര്യ എല്ലാം ഇട്ടിട്ട് പോയി. ഒരു മനുഷ്യന് എന്തൊക്കെയുണ്ടാവുക? സാമ്പത്തികം, ശാരീരികം, മാനസികം എല്ലാം നിലയിൽ പൈശാചികം ഉണ്ടായി. എന്റെ വാക്കല്ല. ഇനി പടച്ചോനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, എനിക്കൊരു ബുദ്ധി ഇണങ്ങേറുണ്ടായി. അപ്പോ എല്ലാ നിലയിലുള്ള പരീക്ഷണങ്ങളും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഉണ്ടായി. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിക്കാൻ തയ്യാറായപ്പോ അള്ളാഹു പറഞ്ഞ എന്താ?
ഭാര്യമാര് തിരിച്ചു വന്നു, മക്കളെ പകരം കൊടുത്തു, സമ്പത്ത് തിരിച്ചു കൊടുത്തു, എല്ലാ നിലയിലും ശാരീരികമായ അവശതകൾ മാറി. അപ്പോ അള്ളാഹു ഒരു പരീക്ഷണം നമുക്ക് തരാൻ തീരുമാനിച്ചാൽ അതിൽ പതറരുത് എന്ന സന്ദേശമാണ് ഹിജ്റയിലൂടെ നമുക്ക് അള്ളാഹു തആല തരുന്നത്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന റദ്ദുക ഇലാ മആദ്. നബിയേ, ഇപ്പൊ നിങ്ങൾക്ക് സങ്കടങ്ങൾ എന്ത് വന്നാലും ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്റെ പ്രവാചകരെ തളർന്നു പോകരുത്, നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങൾക്ക് ഞാൻ ഈ നാട്ടിലേക്ക് ഒരു മടക്ക സ്ഥലം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട പ്രവാചകരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുന്ന അധ്യായത്തിന്റെ വചനത്തിന്റെ ആ ഒരു സബബ്, അതിനുള്ള കാരണം ജുഹഫയിൽ വെച്ച് പ്രിയപ്പെട്ട പ്രവാചകന് ജന്മനാടിനോടുണ്ടായിരുന്ന ഒരു വലിയ അഭിനിവേശത്തിന്റെ പേരിലായിരുന്നു. ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധികൾ എന്ത് വന്നാലും സഹിക്കാൻ പറ്റാത്ത മാനസികമായി തകർന്നു പോയാൽ എന്തിന് തകരണം? ശാരീരികമായി എന്തൊക്കെ അവശതകൾ ഉണ്ടായിരുന്നാലും തളരേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പേഴ്സണൽ വിഷയം ഞാൻ സാധാരണ ഖുതുബയിൽ ഉൾപ്പെടുത്താറില്ല. പക്ഷെ ഞാൻ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച പ്രിയപ്പെട്ട കബീർ ബാക്കവി ഉസ്താദ് അവർകൾ അവിടെ ദുആ ചെയ്തു എന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ എന്നിട്ടും ഇവിടെ വിട്ടു. അത് ദുആയോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, ഒരു വിഷമം വരുമ്പോ ആരും അറിയണ്ട എന്നൊരു നിർബന്ധമായ ഒരു കാര്യം എനിക്കുള്ളത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട മാതാവ് അനോറിസം, ഞരമ്പിനൊരു അനോറിസം എന്ന് പറയുന്ന ഒരു ആ കുമിള വലുത്, പിന്നെ ഞരമ്പിന്റെ കുമിള പോലെ ഞരമ്പിങ്ങനെ വീർത്തിട്ടൊരു രോഗം. തല ഓപ്പൺ ചെയ്ത് സർജറി കഴിഞ്ഞു ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ക്യാൻസർ ബാധിച്ചിട്ട് വലത്തെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. കീമോയും റേഡിയേഷനും അതിന്റെ പിന്നാലെ വന്നു. അതിനുശേഷം അവർക്ക് വലതുകാലിൽ മുട്ടുമാറ്റി വെച്ച 54 സ്റ്റിച്ച് ഉണ്ടായിരുന്ന നീണ്ട സർജറി. യൂസുഫ് ഡോക്ടർക്ക് അതറിയാം. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഒരു വീഴ്ചയിൽ ഇടതുകാല സർജറി ചെയ്യേണ്ടി വന്നു. ഇപ്പോ കാലിന് നീര് ബാധിച്ചിട്ട് അവരെ ടെസ്റ്റിന് വിധേയാക്കുമ്പോ ആ എല്ല് കമ്പി ഒടിഞ്ഞ് അതിനകത്ത് കിടക്കുന്നു എന്നാണ് കണ്ടെത്തിയത്. അതിന്റെ റീസൺ എന്താണ്? എല്ല് ക്ഷയിച്ച് ദ്രവിച്ചു പോയിരിക്കുന്നു മുട്ടത്തോട് പോലെ. അതിന്റെ കാരണം എന്താണ്? പെറ്റ് സ്കാൻ പോലുള്ള വലിയ സ്കാൻ ചെയ്ത് നോക്കുമ്പോ ശ്വാസകോശത്തിലും അതുപോലെ തന്നെ ലെൻസിലും അതുപോലെ തന്നെ നട്ടെല്ലടക്കം മുഴുവൻ എല്ലുകളിലും ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. ഈ പ്രതിസന്ധി ഒരു 74 വയസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന എല്ലാ സർജറികൾക്കും വിധേയായി. പക്ഷെ എനിക്ക് വലിയ അഭിമാനം തോന്നിയത് ഒരു നിമിഷം പോലും അവര് ഒരു സങ്കടപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. അൽഹംദുലില്ലാഹ്, അവർക്കതിന് കൂലി അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. ഒരു മകൻ എന്നുള്ള നിലയിൽ എനിക്കും സങ്കടമില്ല. റബ്ബ് തരുന്നു, കൈനീട്ടി വാങ്ങുന്നു, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഇനി എന്ത് സംഭവിച്ചാലും ആർക്ക് സംഭവിച്ചാലും പടച്ചോൻ തരുന്നു, 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. ഇപ്പൊ ആരോഗ്യമുള്ളപ്പോ തന്ന സുഖങ്ങളൊന്നും എന്താ നമ്മൾ തിരിച്ച് പടച്ചോനോട് ഒരു ടാങ്ക്സ് പറഞ്ഞതിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞോ? പ്രതിസന്ധികൾ എന്തു വന്നാലും പ്രയാസങ്ങൾ എന്തു വന്നാലും നമ്മൾ തളർന്നു പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഹിജ്റയിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ഹിജ്റ, ഈ മുഹറം മാസത്തിന്റെ പ്രത്യേകത ഹിജ്റയാണെന്ന് പറയുമ്പോൾ ആ ഹിജ്റയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹിജ്റ പോകുന്ന പ്രവാചകൻ പാതി വഴിയിലെത്തിയിട്ട് തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ പ്രവാചകന് തളർന്നു പോകരുത് നബിയെ, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇറക്കി കൊടുത്ത ആയത്ത് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ്. നബിയെ, നിങ്ങൾ പൊയ്ക്കോ, ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളെ ഞാൻ തിരിച്ച് നിങ്ങളുടെ മടക്ക സ്ഥാനത്തേക്ക് ഞാൻ കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനമിറക്കി അള്ളാഹുവിന്റെ ഹബീബിനെ ആശ്വസിപ്പിച്ചു. അത് സാമ്പത്തികമാണെങ്കിലും തകർന്നു പോയാൽ എന്തിനു വിഷമിക്കണം? അയ്യൂബ് നബിക്ക് തിരിച്ചു കൊടുത്തു പടച്ച തമ്പുരാൻ. നമ്മൾ മിണ്ടാതെ നിന്നു കൊടുത്താൽ മതി റബ്ബിന്റെ മുമ്പിൽ. അല്ലാതെ എന്ത് പടച്ചോന എന്നോട് മാത്രം എന്തിനാ അങ്ങനെ കാണിക്കുന്നേ? അള്ളാഹുവിന്റെ ഇടപെടലിൽ കയറിയിട്ട് നമ്മൾ വലിയ ആളാകാൻ ശ്രമിക്കരുത്. രോഗം തന്നു, അൽഹംദുലില്ലാഹ്, നീ തന്നു, നീ തിരിച്ചെടുത്തു. പടച്ചോനെ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മുസ്തജാബുദ് ദഅവയാണ്. എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുന്ന സഹാബാക്കളിൽ അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിനുണ്ട്, ദുആക്ക് ഉത്തരം കിട്ടുന്ന ആള്. നമ്മളൊക്കെ ഒരു പരിപാടി വെക്കുമ്പോ ഏതെങ്കിലും ഉസ്താദുമാരൊക്കെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാ? അവർക്ക് നമുക്കില്ലാത്തൊരു പ്രത്യേകത എന്താ? അവർ 24 മണിക്കൂർ ദിക്റും
ഔറാദുവാക്കിയൊക്കെ നടക്കുമ്പോ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവർക്ക് അല്ല പെട്ടെന്ന് കൊടുക്കും. നമുക്ക് തരൂലെന്നല്ല, പക്ഷെ അവർക്ക് അത്രയും അടുത്തു നിൽക്കുന്നത് കൊണ്ട് വലിയ ആദരവല്ല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. ഇതിന് ഇവിടെ തുടങ്ങിയതല്ല, സഹാബാക്കളുടെ ഇടയിൽ ഇതിന് പാരമ്പര്യമുണ്ട്. സഹാബാക്കളിൽ മുസ്തജാബു ദഅവ, ദുആക്ക് ഉത്തരം കിട്ടുന്ന സഹാബി എന്ന പേരിൽ അറിയപ്പെടുന്ന സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഈദ് ബിൻ അബീ വഖാസ്, ആരാലും രണ്ടാലൊരു സഹാബി, സഈദ് ബിൻ മുസയ്യിബ് എന്ന സഈദ് ബിൻ അബീ വഖാസ് ആണോ, എനിക്ക് ഓർമ്മ പെട്ടെന്ന് പോയി. ഈ രണ്ട് സഹാബാക്കൾ, മൂന്നാമതൊരാളെ കൂട്ടണ്ട, ഈ രണ്ടിലേതോ ഒരു സഹാബി അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ആളുകൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഉത്തരം കിട്ടുന്ന ആളല്ലേ, നമ്മുടെ ഇടയിൽ നിങ്ങൾക്കല്ലേ കൂടുതൽ ഉത്തരം കിട്ടുന്നത്, ഒന്ന് ചോദിച്ചൂടെ പടച്ചവനോട് ഈ രോഗം ഒന്ന് മാറ്റിത്തരാൻ? അദ്ദേഹം പറഞ്ഞ എന്താ, എന്റെ പടച്ചവൻ എനിക്കൊരു രോഗം തന്ന അള്ളാഹുവിന് ഇഷ്ടം എനിക്ക് അസുഖം തരല, അങ്ങനെ തന്നു. എന്റെ ഇഷ്ടം അതിന് മാറല, പക്ഷെ എന്റെ ഇഷ്ടത്തെ ഞാൻ എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിന്റെ മുമ്പിൽ ഒന്നും ആക്കിയിട്ടില്ല. റബ്ബിന് ഇഷ്ടം മാറ്റലാണെങ്കിൽ അവൻ മാറ്റിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കേണ്ട. പക്ഷെ അവരുടെ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിട്ട് എന്ത് വന്നാലും എന്റെ റബ്ബ് എനിക്ക് തന്നതാണെന്നുള്ള ചിന്ത. ഈ ഹിജ്റയുടെ സന്ദേശം ഓരോരുത്തരുടെയും മാനസാന്തരങ്ങളിൽ മുഹറം മാസത്തിന്റെ പുതുവർഷ പുലരിയിൽ ഏതോ ഒരു നാട്ടില് കോടിക്കണക്കിന് പൈസ വാങ്ങിയിട്ട്, കോടാനകോടി പൈസ എണ്ണി വാങ്ങിയിട്ട് ഫുട്ബോൾ കളിക്കുന്ന താരങ്ങളുടെ പിന്നാലെ അരച്ചാൻ വയറ് നിറയ്ക്കാൻ ഗതിയില്ലാത്ത പാവപ്പെട്ടവന്റെ മകൻ ചെറ്റക്കൂരയിൽ കിടന്നിട്ട് ചാല കമ്പോളത്തിലും പരിസര പ്രദേശങ്ങളിലും കൂലിവേല ചെയ്തിട്ടും തലയിൽ ലോഡെടുത്തിട്ടും പാവപ്പെട്ട മക്കളെ പോറ്റുന്നവന്റെ മകൻ, ആ മകൻ മറ്റേതോ രാജ്യത്ത് നിന്ന് ഒരൊറ്റ ഫുട്ബോളിലൂടെ ഒരൊറ്റ ഗോളടിക്കുന്നതിലൂടെ കോടികൾ സമ്പാദിക്കുന്നവന്റെ ഫ്ലക്സ് വെച്ചിട്ട് കടക്കാരനായി കഴുത്തിൽ കയറിട്ട് തൂങ്ങിച്ചാവുന്നതിനേക്കാൾ നല്ലത് സ്വന്തം രക്ഷപ്പെടാനുള്ള പരിശ്രമങ്ങളിലൂടെ ഒരു പുതുവർഷത്തെ സ്വീകരിച്ചുകൊണ്ട് 12 മാസക്കാലത്തെ ഒരു പ്രകാശപൂരിതമാക്കാൻ ഈ മുഹറം തയ്യാറാക്കി എടുക്കണമെന്നുള്ള ഒരൊറ്റ സന്ദേശം നൽകിക്കൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും തളരരുത്. അള്ളാഹു പകരം നമുക്ക് തിരിച്ചു അതിൽ നല്ലത്, അതിനേക്കാൾ നല്ലത്. അള്ളാന്റെ ഹബീബിന് മക്കയിൽ നിന്ന് പോകേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ മക്ക മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇന്ന് മക്കയുണ്ട്, മദീനയുണ്ട്, കൂടെ മക്കയുണ്ട്. മക്ക 2 വട്ടമുണ്ട്, മദീന 1 വട്ടമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹു അങ്ങനെയാ. ഇബ്രാഹിം നബിയോട് മക്കളില്ലാതിരുന്നപ്പോ അള്ളാഹു താല ആവശ്യപ്പെട്ട് ഒരു കുഞ്ഞിനെ അള്ളാഹു താല കൊടുത്തു, ഇസ്മായിൽ. അള്ളാഹു പറഞ്ഞു, അറുത്ത് കാണിക്ക്, നിനക്ക് ഏതിനോടാ സ്നേഹവും നോക്കട്ടെ. പടച്ചോനെ, ഈ പ്രായം ചെന്ന എനിക്ക് അവസാനം തരാതിരുന്നാ പോരായിരുന്നോ? തന്നിട്ട് എന്തിനാ നീ അർപ്പിക്കുന്നത്? അതൊന്നുമല്ല, നിനക്ക് എന്നോടാണോ നിന്റെ മോനോടാണോ സ്നേഹം, നീ ബലിയെടുക്കാൻ പറഞ്ഞു. ഒരു വൈമനസ്യമില്ലാതെ വൈഷമ്യമില്ലാതെ മിനാ താഴ്വരയിൽ മലർത്തിക്കിടത്തിയിട്ട കഴുത്തിൽ കത്തിവെച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇബ്രാഹിം നബിക്ക് ഇസ്മായിലിനെ തിരിച്ചു കൊടുത്ത്, പിന്നാലെ കൂടെ കൊടുത്തു, ഇസ്ഹാഖിനെ കൂടെ കൊടുത്തു. അതാണ് പടച്ചവൻ. ആകെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ ബലി കൊടുക്കാൻ പറഞ്ഞു. ബലി കൊടുക്കാൻ പറഞ്ഞപ്പോ നല്ല മനസ്സോടെ ബലി കൊടുത്തു. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആനൽ റദ്ദുക ഇലാ മആദ, ഒരു ബുദ്ധിമുട്ടും വേണ്ട, തിരിച്ചു നിനക്ക് തന്നേക്കാം. അർത്തോളം പറഞ്ഞു, അറുത്തു. അറവ് നടന്നില്ല, അത് ഇസ്മായിലിനെ തിരിച്ചു കിട്ടി. ഇസ്മായിലിനെ മാത്രം കൂടെ ഇസ്ഹാഖിനെ കൂടെ അല്ലാഹു തആല തിരിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് പടച്ചവൻ ചെയ്തത്. ഈ നിലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് അല്ലാഹു തിരിച്ചു തരും. ആ ഒരു സന്ദേശമാകണം മുഹറത്തിന്റെ സന്ദേശം. അതുകൊണ്ട് സാമ്പത്തികവും മാനസികവുമായ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് മടങ്ങുക. ഫസ്സബ്റുൻ ജമീൽ, അടങ്ങി. സബർ എന്ന് പറഞ്ഞാൽ സോറി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന്റെ അറബി പദമായിട്ട് സബറിനെ കാണരുത്. ക്ഷമ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക, അതാണ് സബർ. സബർ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ ക്ഷമ എന്നല്ല അതിന്റെ അർത്ഥം. പിടിച്ചു നിൽക്കുക, തളരരുത്. അപ്പോഴോ അല്ലാഹുൽ മുസ്തആൻ, സഹായിക്കാൻ പടച്ചവനുണ്ട്. ചരിത്രത്തിന്റെ ഇന്നലകൾ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്, കടമെടുക്കണ്ട. യാതൊരു നിലയിലുള്ള കടബാധ്യതയും ഇല്ലാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.